ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ ജീവന്റെ ജീവനാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവന്റെ ഉറവിടമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവന്റെ ലക്ഷ്യമാ, എൻ്റെ ആശ്രയമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ അഭിമാനമാ, എൻ്റെ ആനന്ദമാ, എൻ്റെ ഉറപ്പുള്ള കോട്ടയാ, എനിക്കു വിജയം നൽകുന്ന യോദ്ധാവാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ഉയർത്തുന്നവനാ, എന്നെ വളർത്തുന്നവനാ, എന്നെ വിജയത്തിലെത്തിക്കുന്നവനാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സമാധാനമേ, ഈശോയേ, എൻ്റെ വിശുദ്ധീകരണമേ, ഈശോയേ, എൻ്റെ ആനന്ദമേ, ഈശോയേ, എൻ്റെ അഭയമേ, ഈശോയേ, എൻ്റെ പ്രകാശമേ, ജീവജലത്തിൻ്റെ ഉറവയേ, ഈശോയേ,
നയിക്കുന്നവനേ. മരണത്തിൻ്റെ ഇരുൾ തീണ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും കൂടാതെ എന്നെ കാക്കുന്നവനേ. എനിക്ക് ചുറ്റും പാളയമടിച്ചെനിക്കു സംരക്ഷണം നൽകാൻ ദൂതരെ അയക്കുന്നവനേ. ഒരനർത്ഥവും കൂടാതെ എന്നെ നയിക്കുന്നവനേ. എല്ലാം നന്മയായി മാറ്റുന്നവനേ. എനിക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്നവനേ. കരങ്ങളുയർത്തി വീശി മനസ്സ് തുറന്നു വിളിക്കട്ടെ. വലിയ അഭിഷേകത്തോടെ ദേശം മുഴുവൻ നിറയട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. പരസ്പര ഐക്യമുണ്ടാകട്ടെ. ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. മദ്യാസക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. തഴക്കദോഷങ്ങളിൽ നിന്ന് വിടുതൽ നേടട്ടെ. എളിമയുള്ള ഹൃദയമുണ്ടാകട്ടെ. സംശയരോഗങ്ങൾ വിട്ടുപോകട്ടെ. കോടതികളിൽ നടക്കുന്ന കേസുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. വഴിയുടെ തടസ്സം നീങ്ങട്ടെ. ആവശ്യത്തിനുള്ള ജലം ലഭിക്കട്ടെ. കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യാപാര സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനം ലഭിക്കട്ടെ. സന്താന സൗഭാഗ്യമുണ്ടാകട്ടെ. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൈക്കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. NICയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കരുണയൊഴുകട്ടെ. യേശുനാമത്തിന്റെ ശക്തി അനുഭവിക്കട്ടെ. പാപങ്ങളിൽ നിന്ന് വിടുതൽ നേടട്ടെ. അന്ധവിശ്വാസങ്ങൾ വിട്ടുപോകട്ടെ. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. മൊബൈലിന്റെയും ടിവിയുടെയും അഡിക്ഷൻ വിട്ടുപോകട്ടെ. വിശ്വാസക്കുറവുകൾ പരിഹരിക്കപ്പെടട്ടെ. പ്രാർത്ഥന നിറഞ്ഞ ജീവിതമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടാകട്ടെ. വിശ്വാസം വളരട്ടെ. വിശ്വാസം വളരട്ടെ. സുവിശേഷം പ്രഘോഷിക്കപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തി അറിയട്ടെ. എല്ലാവരും അവിടുത്തെ രക്ഷകനായി സ്വീകരിക്കുന്നതിനുള്ള കൃപ ലഭിക്കട്ടെ. ഹൃദയത്തിലുള്ള ഭയങ്ങൾ വിട്ടുപോകട്ടെ. ആകുലതകൾ, ഉത്കണ്ഠകൾ വിട്ടുപോകട്ടെ. കരമടിച്ച് അവിടുത്തെ നാമം വിളിക്കാം. യേശുനാമം പാടിടാം. യേശുനാമം പാടിടാം. ഈശോയേ, കരമടിക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുനാമം പാടിടാം. യേശുനാമം വാഴ്ത്തിടാം. യേശുനാമം വാഴ്ത്തി പാടി ആരാധനയേകിടാം. ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ശക്തമായിട്ട് കരങ്ങളടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി
ഉറക്കെ അടുത്ത് നിൽക്കുന്ന 50 പേർക്ക് കേൾക്കാൻ പറ്റുന്ന സ്വരത്തിൽ ഈശോയെ എന്ന് വിളിച്ച് എല്ലാ ധരങ്ങളും തുറക്കപ്പെടട്ടെ. വലിയ അഭിഷേകവും ആനന്ദവും ഉണ്ടാകട്ടെ. യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തി പാടി ആരാധനയേകിടാം, യേശുനാമം വാഴ്ത്തി പാടി ആരാധനയേകിടാം, യേശുനാമം വാഴ്ത്തി പാടി ആരാധനയേകിടാം, യേശുനാമം വാഴ്ത്തി പാടി ആരാധനയേകിടാം. ഈശോയേ 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 ദിവസങ്ങളിലേക്ക് കരമടിച്ച് യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തി പാടി പാപമുക്തി നേടിടാം, 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 യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തി പാടി ശുദ്ധചിത്തം നേടിടാം, യേശുനാമം വാഴ്ത്തി പാടി ശുദ്ധചിത്തം നേടിടാം, യേശുനാമം വാഴ്ത്തി പാടി ശുദ്ധചിത്തം നേടിടാം, യേശുനാമം വാഴ്ത്തി പാടി ശുദ്ധചിത്തം നേടിടാം. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്നവനായ ഈശോയേ, ഈശോയേ, വിശുദ്ധിയുള്ള ഹൃദയം നൽകുന്നവനായ ഈശോയേ, ഈശോയേ, ദിവസങ്ങളിലേക്ക് കരമടിച്ച് യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തി പാടി ആനന്ദം നേടിടാം, 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 യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം പാടിടാം, യേശുനാമം വാഴ്ത്തിടാം, യേശുനാമം വാഴ്ത്തി പാടി സാക്ഷികളായി തീർന്നിടാം, 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 യേശുനാമം വാഴ്ത്തി പാടി സാക്ഷി ചാടി വലിയ അഭിഷേകത്തോടെ നാമം വാഴ്ത്തി പാടി സാക്ഷികളായി തീർന്നിടാം, യേശുനാമം 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 വാഴ്ത്തി പാടി സാക്ഷികളായി തീർന്നിടാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തോടെ ദേശം മുഴുവൻ നിറയുന്ന അഭിഷേകത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ശാന്തമായിട്ടിരിക്കാം.
കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുന്ന ഒരു സമയമാണ്. ഈശോ നമ്മെ സമാധാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന സമയം. ഇന്ന് ഈ മെഡിറ്റേഷൻ്റെ സമയത്ത് നമ്മൾ ആവർത്തിച്ച് മനസ്സിൽ ഉരുവിടുന്ന മന്ത്രം ഇതാണ്: ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെയിരുന്ന് നന്നായി ശ്വാസമെടുത്ത് സമാധാനത്തിൻ്റെ പൂർണ്ണതയായവൻ്റെ പക്കലാണ് നമ്മളായിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് മനസ്സിൽ പറയട്ടെ. മനസ്സിൽ പറഞ്ഞാൽ മതി. കാലുകൾ ക്രോസ് ചെയ്യാതെ വയ്ക്കുക. നേരെയിരുന്ന് നന്നായി ശ്വാസമെടുത്ത് പറയുന്നു, മനസ്സിൽ പറയുന്നു: ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ഈശോയുടെ സമാധാനമെന്ന് പറയാം. പുറത്തേക്ക് വിടുമ്പോൾ എന്നിൽ നിറയുന്നു. ഈ ലോകത്തിൻ്റെ സമാധാനമല്ല, ഈശോയുടെ സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുന്നത്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയത്തിൽ ഭയം വേണ്ട, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ തരുന്ന സമാധാനമുണ്ടാകട്ടെ. ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളെല്ലാ കാര്യങ്ങളിലും കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ സന്നിധിയിൽ ആനന്ദിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഭർത്താവിൻ്റെ മദ്യപാനമാകാം, മക്കളുടെ വിശ്വാസമില്ലാത്ത അവസ്ഥയാകാം, കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയാകാം, മക്കൾ പഠിക്കുന്നില്ല, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനാണ്, എപ്പോഴും ഫോൺ വിളിയാണ്, ഗെയിം കളിയാണ്, TV ആണ്. ഇതാ സമാധാനം നഷ്ടപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ് നാളേറെയായിട്ടും മക്കളായിട്ടില്ല, സമാധാനം നഷ്ടപ്പെടുന്നു. എത്ര ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല, സമാധാനം നഷ്ടപ്പെടുന്നു. വലിയ കടബാധ്യതയാണ്, കുടിശ്ശിക കയറി വരുന്നു, ജപ്തി നോട്ടീസ് എപ്പോൾ വേണമെങ്കിലും കയ്യിൽ കിട്ടാവുന്ന അവസ്ഥയിലാണ്, സമാധാനം നഷ്ടപ്പെടുന്നു. സ്നേഹിക്കുന്നു എന്ന് കരുതിയ ഒരാൾ ഇതാ ഏറ്റവും ആവശ്യമുള്ളൊരു സമയത്ത് തള്ളിപ്പറഞ്ഞിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട ഒരാൾ ആശുപത്രിയിലാണ്, സമാധാനം നഷ്ടപ്പെടുന്നു. കുടുംബത്തിൽ ചില വഴക്കുകൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. ഭവന നിർമ്മാണം വിചാരിച്ചതുപോലെ നടക്കുന്നില്ല, സമാധാനം നഷ്ടപ്പെടുന്നു.
പരീക്ഷ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി. സമാധാനം നഷ്ടപ്പെടുന്നു. സമാധാനം നഷ്ടപ്പെടുന്ന ആയിരം വഴികൾ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കാനായിലെ കല്യാണ വീട്ടിൽ തീർന്നുപോയ വീഞ്ഞ് അനേകം കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വീഞ്ഞാക്കി മാറ്റിയ തമ്പുരാൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമാധാനം, തീർന്നുപോയ സമാധാനം, അത് 100 ഇരട്ടിയാക്കി തരാൻ കഴിയുന്നവൻ്റെ സന്നിധിയിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട ഒരാളുടെ മരണം മൂലമാകാം സമാധാനം നഷ്ടപ്പെട്ടത്. ജോലി ലഭിക്കാത്തത് മൂലമാകാം സമാധാനം നഷ്ടപ്പെട്ടത്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടത് മൂലമാകാം സമാധാനം ഇല്ലാതെയായത്. ലഭിച്ചിരിക്കുന്ന ജോലിക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് മൂലമാകാം. വിദേശത്ത് പോകാനെല്ലാം റെഡിയായിരിക്കുന്നു, പക്ഷേ പോകാൻ സാധിക്കുന്നില്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാകാം സമാധാനം നഷ്ടപ്പെട്ടത്. ഉള്ളിലേക്ക് ശ്വാസമെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, നമ്മെ സമാധാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ കഴിയുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സമാധാനത്തിന് ഇന്ന് ഒറ്റ കാരണമേയുള്ളൂ, അത് ഈശോയാണ്. ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം അത് ഈ ലോകത്തിന് നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കുകയില്ല. ആരും നിങ്ങളിൽ നിന്ന് അത് മോഷ്ടിക്കുകയില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. വസ്തു ഇടപാട് നടക്കാത്തത് മൂലമാകാം സമാധാനം നഷ്ടപ്പെട്ടത്. ചില അന്ധവിശ്വാസങ്ങൾ മൂലമാകാം സമാധാനം നഷ്ടപ്പെട്ടത്. നിങ്ങൾക്കെതിരെ ആരോ കൂടോത്രം ചെയ്തിരിക്കുന്നുവെന്ന്, കുഴിച്ചിട്ടിരിക്കുന്നുവെന്ന്, നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നുവെന്ന്, നിങ്ങളുടെ ഭവനത്തിൻ്റെ സ്ഥാനം ശരിയല്ല എന്ന്, ഇപ്രകാരമുള്ള ചില അന്ധവിശ്വാസങ്ങൾ നിങ്ങളോട് ആരോ പറയുകയും അത് സത്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്തത് മൂലമാകാം സമാധാനം നഷ്ടപ്പെട്ടത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം വലിച്ചെടുക്കാം. സമാധാനം എങ്ങനെയൊക്കെയോ പിശാച് നമ്മിൽ നിന്ന് കവർന്നെടുത്തിട്ടുണ്ട്. ആകുലതകൾ മൂലമാകാം. നാളെയെക്കുറിച്ച്, നാളെ ഇനി എന്തു ചെയ്യും, മക്കൾ പരീക്ഷയിൽ വിജയിക്കുമോ ഇല്ലയോ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമോ, അവർ ഇങ്ങനെ പോയാൽ എങ്ങനെയാകും എന്നൊക്കെയുള്ള ചിന്തകൾ. ഇതാ, ഏറ്റവും സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന മകൾ ഇപ്പോൾ ഫോൺ വിളിക്കുന്നില്ല, വീട്ടിൽ വരുന്നില്ല, ഒരു കൈത്താങ്ങാവുന്നില്ല, പകരം തള്ളിപ്പറഞ്ഞിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു, ഹൃദയത്തിൽ സമാധാനമില്ലാതെയായിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ചില ദുസ്വപ്നങ്ങൾ അലട്ടുന്നു. ഭാര്യ പിണങ്ങിപ്പോയിരിക്കുന്നു. കോടതികളിൽ അന്യായമായി കേസ് കൊടുത്തിരിക്കുന്നു. വസ്തു തർക്കങ്ങൾ നടക്കുന്നു. വഴിയില്ല, വെള്ളമില്ല, ചോർന്നൊലിക്കുന്ന വീടാണ്. സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, പ്രിയപ്പെട്ടവരെ, പാപമാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. ഇനി ഈ പാപത്തിൽ നിന്ന് എങ്ങനെ ഞാൻ മോചനം പ്രാപിക്കുകയും സമാധാനം നേടുകയും ചെയ്യും? സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമാധാനം സൃഷ്ടിച്ചത്, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ വീണ്ടും അനുരഞ്ജനത്തിലാക്കിയവൻ്റെ സന്നിധിയിലാണ് നമ്മളിരിക്കുന്നത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം വലിച്ചെടുക്കാം. ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു.
മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. പാപത്തിൽ നിന്ന്, ചില തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, കണ്ണിൻ്റെ ദുരാസക്തികളിൽ നിന്ന്, ജഡികാഭിലാഷങ്ങളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന്, മദ്യാസക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് ഉണർവും ഉത്സാഹവും ജീവിതത്തിന് പുതിയ ദിശാബോധവും തരാൻ കഴിയുന്നവൻ്റെ സന്നിധിയിലാണ് നമ്മളിരിക്കുന്നത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം വലിച്ചെടുക്കാം. എല്ലാം തീർന്നെന്ന് തോന്നുന്നിടത്ത് നിന്ന് എല്ലാം തുടങ്ങാൻ കഴിയുന്നവൻ്റെ സന്നിധിയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീർന്നിരിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവൻ്റെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചവൻ്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. പരാജയത്തിൻ്റെ ഭീതി എന്നെ അലട്ടുന്നുണ്ട്. ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്ന പോലെയുള്ള ജീവിതമാണ്, ഇനി മുന്നോട്ടൊരടി വയ്ക്കാനില്ല എന്ന തോന്നലുകളിലാണ്. മാനസിക രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്, ശാരീരിക രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം വലിച്ചെടുക്കാം. മനസ്സിലാവർത്തിച്ച് പറയട്ടെ, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. അടുത്തിരിക്കുന്ന 2 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ എല്ലാവരും പറയുന്നു, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. 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 ഈശോയുടെ സമാധാനം എന്നിൽ കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് ശ്വാസമെടുത്ത്, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സമാധാനം അന്ത്യത്താഴവേളയിൽ ഇതാ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ മുൻപിലുണ്ട്, തള്ളിപ്പറയാനുള്ളവൻ മുൻപിലുണ്ട്, വിട്ടുപേക്ഷിച്ചോടാൻ ഉള്ളവർ മുൻപിലുണ്ട്. ഈശോ പറയുന്നു, എൻ്റെ സമാധാനം. ഇപ്രകാരം മറ്റുള്ളവർ പറയുന്ന സമയത്ത്, ഉപേക്ഷിച്ചോടുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ എന്ത് സമാധാനമുണ്ടാകും? ഈശോയുടെ ഉള്ളിൽ സമാധാനമുണ്ടായിരുന്നു. കാരണം ഈശോ ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. അപ്പൻ, എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നപ്പൻ, മരണത്തിൽ നിന്ന് എന്നെ ഉയർപ്പിക്കാൻ കഴിയുന്നപ്പൻ, എനിക്ക് ജീവൻ നൽകുന്നവൻ എൻ്റെ കൂടെയുണ്ട്. ഇതാ ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഈശോയുടെ ഹൃദയത്തിൽ സമാധാനമുണ്ട്. കുരിശിൽ കിടന്ന് നിലവിളിക്കുമ്പോഴും ഈശോയുടെ ഉള്ളിൽ സമാധാനമുണ്ട്. ഈശോ പറയുന്നു, ആ സമാധാനം ഞാൻ പിതാവിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന സമാധാനം, ഞാൻ എൻ്റെ പിതാവിലേക്കാണ് പോകുന്നത് എന്ന ഉറപ്പിൽ ഉണ്ടാകുന്ന സമാധാനം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്ന അവബോധത്തിൽ, എന്ന വിശുദ്ധിയുടെ നിലപാട് തറയിൽ നിന്നുണ്ടാകുന്ന ഒരു സമാധാനം. ആ സമാധാനത്തെയാണ് ഈശോയുടെ സമാധാനം എന്ന് വിളിക്കുന്നത്. അപരനോട് ക്ഷമിക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനം, അതാണ് ഈശോയുടെ സമാധാനം.
ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലികൾ പൂർത്തിയാക്കുകയാണ് എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന സമാധാനം. ആ സമാധാനമാണ് ഈശോയുടെ സമാധാനം. സ്വയം ശൂന്യമാക്കി, സ്വയം എളിമപ്പെട്ട് ഇതാ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ, കുമ്പിട്ടിരുന്ന് അവരുടെ പാദങ്ങൾ കഴുകുമ്പോഴുള്ള സമാധാനം, അതാണ് ഈശോയുടെ സമാധാനം. അപരനെ വെച്ച് വിളമ്പുമ്പോൾ ഉള്ള സമാധാനം, അതാണ് ഈശോയുടെ സമാധാനം. രോഗിയെ സുഖപ്പെടുത്തുമ്പോഴുള്ള സമാധാനം, കൊടുക്കുമ്പോഴുള്ള സമാധാനം, സ്വയം ഉപേക്ഷിക്കുമ്പോൾ ഇതാ സ്വർഗത്തിലായിരുന്നവൻ സ്വർഗമുപേക്ഷിച്ച്, ദൈവരൂപത്തിലായിരുന്നവൻ ദൈവരൂപമുപേക്ഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള സമാധാനം. എൻ്റെ മഹത്വം, എൻ്റെ അധികാരം, എനിക്കുള്ളത് വിട്ടുകൊടുക്കുമ്പോൾ, വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഉള്ള സമാധാനം, അതാണ് ഈശോയുടെ സമാധാനം. ആരോപണങ്ങളുടെ മുൻപിൽ നിശബ്ദനായി നിൽക്കുമ്പോൾ ഉള്ള സമാധാനം, കുരിശ് സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുമ്പോഴുള്ള സമാധാനം, അതാണ് ഈശോയുടെ സമാധാനം. പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോഴുള്ള സമാധാനം, അതാണ് ഈശോയുടെ സമാധാനം. ഉള്ളിലേക്ക് നന്നായി ശ്വാസം വലിച്ചെടുക്കാം. മനസ്സിലാവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. ആത്മാർത്ഥമായി ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ഈ മന്ത്രം പതിയട്ടെ. ഇതൊരു സൗഖ്യദായകമായ മന്ത്രമാണ്. ഇതൊരു രൂപാന്തരീകരണത്തിൻ്റെ മന്ത്രമാണ്. നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന മന്ത്രമാണ്. നീ ആശുപത്രിയിൽ കിടക്കയിലാണെങ്കിലും, നീ ഒരു അന്യദേശത്ത്, അന്യരാജ്യത്ത് തനിച്ച് ഒരു മുറിയിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഏകാന്തതയിൽ, നിരാശയിലാണെങ്കിലും, കുഞ്ഞേ, നിന്റെ ആത്മാവിൽ ഈ മൃദുമന്ത്രണമുണ്ടാകട്ടെ. ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും, ഇതാ മുന്നിൽ സമുദ്രവും പിറകിൽ സൈന്യവുമാണെങ്കിലും, മുങ്ങിത്താഴുന്നു എന്ന് നിനക്ക് തോന്നുന്ന അവസ്ഥയാണെങ്കിലും, നിന്റെ ജീവിത നൗക ഇതാ തിരമാലകൾ ഉയർന്ന് കാറ്റടിച്ച്, തിരമാലകൾ ആഞ്ഞടിച്ച് നിന്റെ ജീവിത നൗക മുങ്ങിപ്പോകുമെന്ന അവസ്ഥയിലാണെങ്കിലും, നിന്റെ ഗുരു നിന്റെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഈശോ എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ, ആര് കുഞ്ഞെ നിനക്ക് എതിരെ നിൽക്കും? ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു എന്ന് മനസ്സിലാവർത്തിച്ച് പറയട്ടെ. നീ സമാധാനമായി മാറട്ടെ. സമാധാനം നശിപ്പിക്കുന്നവനും നശിപ്പിക്കുന്നവളുമല്ല, സമാധാനം വിതയ്ക്കുന്നവനായി, സമാധാനം വിതയ്ക്കുന്നവളായി ഇതാ ദൈവം നിന്നെ ഈ പ്രഭാതത്തിൽ രൂപപ്പെടുത്തുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. വീണ്ടും അടുത്തിരിക്കുന്ന രണ്ടു പേർക്കെങ്കിലും കേൾക്കാവുന്ന ഒരു ശബ്ദത്തിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. 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 ഈശോയുടെ സമാധാനം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം.
ഇതാ റോമ 8:6 നമ്മളിങ്ങനെ വായിക്കുന്നു, ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയമായ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഈശോയുടെ സമാധാനത്തിൻ്റെ കാരണം ആത്മീയമായ ആഗ്രഹമാണ്. അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുകയും ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ കൊണ്ട് ഹൃദയം നിറയപ്പെടുകയും ജഡികാഭിലാഷങ്ങളുടെ ഇരുട്ട് ശരീരത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മനസ്സിലാവർത്തിച്ച് പറയാം, ഈശോയുടെ സമാധാനം എന്നിൽ നിറയുന്നു. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. സംഖ്യ 6:26, 25, 26 തിരുവചനങ്ങൾ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കർത്താവ് നമ്മെ തിരുരക്തക്കടലിൽ കഴുകുന്ന സമയമാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധികളും യേശുനാമത്തിൽ നീങ്ങിപ്പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ തൻ്റെ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് ഇതാ വർഷിക്കപ്പെടുകയാണ്. ആത്മാവിൽ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈ ദേശത്തിൻ്റെ മേൽ, ഈ രാജ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെയും മേൽ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. മക്കളില്ലാത്ത ദമ്പതികളുടെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. മരണഭീതിയിൽ കിടക്കുന്നവരുടെ മേൽ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കോവിഡ് മഹാമാരിയുടെ മേൽ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സമാധാനം നമ്മിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറും. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ഈശോയേ എന്ന് വിളിക്കട്ടെ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കുറച്ചുകൂടെ ശക്തിയിൽ കരങ്ങളടിച്ച് കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ
ചിന്തിയ തിരുരക്തത്തിന് അഭിഷേകം. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിന് അഭിഷേകം. വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിന് അഭിഷേകം. വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിന് അഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിന് അഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിന് അഭിഷേകം. 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 തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. വിളിക്കാം ഈശോയേ. അടുത്ത് നിൽക്കുന്ന 100 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ വിളിക്കട്ടെ, ഈശോയേ. ദിവസങ്ങളിലേക്ക് ഇരമടിച്ചു. കറയില്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തത്തിന് അഭിഷേകം. കറയില്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തത്തിന് അഭിഷേകം. കറയില്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തത്തിന് അഭിഷേകം. കറയില്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തത്തിന് അഭിഷേകം. കറകൾ നീക്കും കുറവ് നികത്തും 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 തിരുരക്തത്തിന് അഭിഷേകം. പാപത്തിന്റെ ചങ്ങല നീക്കും 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 തിരുരക്തത്തിന് അഭിഷേകം. 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 തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. വിളിക്കാം ഈശോയേ. ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോയേ. കരമടിച്ച് സ്നേഹത്തിന്റെ പൂർണ്ണ
പൂർണ്ണത നൽകും തിരുരക്തത്തിൻ അഭിഷേകം. സ്നേഹത്തിന്റെ പൂർണ്ണത നൽകും തിരുരക്തത്തിൻ അഭിഷേകം. സ്നേഹത്തിന്റെ പൂർണ്ണത നൽകും തിരുരക്തത്തിൻ അഭിഷേകം. സ്നേഹത്തിന്റെ പൂർണ്ണത നൽകും തിരുരക്തത്തിൻ അഭിഷേകം. ജ്ഞാനത്തിന്റെ 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 പൂർണ്ണത നൽകും തിരുരക്തത്തിൻ അഭിഷേകം. യേശുവിന്റെ 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 പൂർണ്ണത നൽകും തിരുരക്തത്തിൻ അഭിഷേകം. 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 തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എല്ലാവരും ഉറക്കെ വിളിക്കാം, ഈശോയേ. അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. കരമടിച്ച് തുള്ളി ചാടി വലിയ അഭിഷേകത്തോടെ അഭിഷേകം. കണ്ണുകൾ അടച്ച് കരമടിച്ച് വലിയ അഭിഷേകത്തോടെ പാടട്ടെ. കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ അനേകം മക്കൾ വിടുതൽ പ്രാപിക്കുന്ന പൈശാചിക പീഡകളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, മറ്റുള്ള അസ്വസ്ഥതകളിൽ നിന്ന് യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ധനങ്ങൾ എഴിയട്ടെ, ചെവിവേദന വിട്ടുമാറട്ടെ, കണ്ണിനുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ, ബ്രെയിൻ ട്യൂമർ വിട്ടുമാറട്ടെ, നാഡീഞരമ്പുകളിലേക്ക് കർത്താവിന്റെ കാരുണ്യം ഒഴുകിയിറങ്ങട്ടെ, അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഈശോയേ, മൂക്കിൽ വളർന്നിരിക്കുന്ന ദശ, മൂക്കിന്റെ പാലം വിളഞ്ഞിരിക്കുന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡിനെ സമർപ്പിക്കുന്നു, തൊണ്ടയിലുള്ള മുഴയെ സമർപ്പിക്കുന്നു, പഴുപ്പിനെ സമർപ്പിക്കുന്നു, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, യൂട്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ, PCOD ഉള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൂട്രസിൽ കുരുക്കളുള്ളവർ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, ഈശോയെ വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ കുറിച്ചുള്ള ആകുലതകളിലൂടെ കടന്നു പോകുന്നവർ, കാൽമുട്ടിന്റെ തേയ്മാനമുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ. ഉപ്പൂറ്റിയിൽ അസ്ഥി വളർന്നിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയിൻ ബോൺ ഉള്ളവരെ സമർപ്പിക്കുന്നു. ഈശോയെ, പെടലിയുടെ വേദനയുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിധങ്ങളായിട്ടുള്ള രോഗങ്ങളിലൂടെ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൂടെ, ക്യാൻസർ രോഗങ്ങളിലൂടെ, എയ്ഡ്സ് രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഇപ്പോൾ കോവിഡ് ബാധിച്ച് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചികിത്സയിൽ കഴിയുന്നവർ, മരണഭീതിയിൽ കഴിയുന്നവർ, പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ സമയത്തൊന്നും ഒരു നോക്ക് കാണാൻ പറ്റാതെ വേദനിച്ച് വിഷമിച്ച് കഴിയുന്നവർ, വെന്റിലേറ്ററിലായിരിക്കുന്നവർ, ICUയിൽ കഴിയുന്നവർ, ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ, ഭരണ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മക്കളുടെ ജീവിതത്തിന്റെ മേൽ ഇതാ കർത്താവിന്റെ കരുണയുടെ കരുണാവർഷം, തിരുരക്ത കടലിന്റെ അഭിഷേകം വന്ന് നിറഞ്ഞ് പുതിയ സൃഷ്ടികളാക്കി മാറ്റട്ടെ. സമാധാനത്തിന്റെ പൂർണ്ണത യേശുനാമത്തിൽ. അവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രത്യേകമായ മധ്യ
മധ്യസ്ഥതയിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന അനേകായിരം മക്കളുടെ മേൽ, ജനലക്ഷങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ഈ ശുശ്രൂഷയിൽ ആത്മീയമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച്, ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മക്കളുടെ മേൽ കരുണയുടെ കടാക്ഷം ഉണ്ടാകട്ടെ. സ്വർഗം തുറക്കപ്പെടട്ടെ. മലാഖമാർ കർത്താവിന്റെ മക്കളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. നമുക്ക് ആവിലായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നൊവേനയുടെ ഗാനം